പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടയാൾ താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ സഹായിച്ച അമ്മയ്ക്കും തിരുക്കുമാരനും ഒരു കോടി നന്ദി. എൻ്റെ പേര് ഡിഗ്ന ടോമി. ഞാൻ കൊടുങ്ങല്ലൂരിൽ നിന്നാണ് വരുന്നത്, കോട്ടപ്പുറം കൊടുങ്ങല്ലൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ 2016 മുതൽ ഉത്തർപ്രദേശ് ഒരു സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു. അങ്ങനെ എൻ്റെ അനിയൻ്റെ നിർബന്ധപ്രകാരം അവിടെ നിന്ന് റിസൈൻ ചെയ്യുകയും ഞാനും എൻ്റെ ഹസ്ബൻഡും ദുബായിലോട്ട് ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്തു. 2022 മുതൽ എനിക്ക് അമ്മയുടെ സാക്ഷ്യങ്ങളും പ്രാർത്ഥനകളും എൻ്റെ ഒരു കൂട്ടുകാരത്തി അയച്ചു തരുമായിരുന്നു. പക്ഷേ ഒരു സാക്ഷ്യം പോലും ഞാൻ ഓപ്പൺ ചെയ്യുകയോ വായിച്ചു നോക്കുകയോ ചെയ്തിട്ടില്ല. അവൾ ചോദിക്കുമ്പോൾ എല്ലാം ഞാൻ പറയും, ഞാൻ സാക്ഷ്യം കേട്ടായിരുന്നു, നല്ലതായിരുന്നു എന്ന് അവളോട് കള്ളം പറയുമായിരുന്നു. എങ്കിലും സത്യത്തിലൊരു സാക്ഷ്യം പോലും ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ അവിടെ മെയ്യിൽ ചെന്ന് 2024 മെയ്യിൽ ഞാൻ അവിടെ ചെന്ന് 300ഓളം സ്കൂളുകളിൽ ഞാൻ അപ്ലൈ ചെയ്തു. ഷാർജ, അബുദാബി, ദുബായ്, അങ്ങനെ 3 എമിറേറ്റ്സിലും ഞാൻ 300ഓളം സ്കൂളുകൾ അപ്ലൈ ചെയ്തു. പല സ്കൂളുകളിൽ നിന്നും കോൾ വന്നെങ്കിലും എനിക്ക് അവിടെ ജോലി ലഭിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം യൂട്യൂബിൽ വെറുതെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സാക്ഷ്യം കേൾക്കുകയും ആ സാക്ഷ്യം ശരിക്കും എൻ്റെ ജീവിതവുമായിട്ട് സാമ്യമുള്ളതായി എനിക്ക് തോന്നി. അങ്ങനെ കൂടുതൽ കൃപാസനത്തെ പറ്റി അറിയാൻ ശ്രമിച്ചു. കൂടുതൽ സാക്ഷ്യങ്ങൾ കേട്ടു. ജോസഫ് അച്ഛൻ്റെ പ്രാർത്ഥനകൾ ഒരുപാട് കേട്ടു. അങ്ങനെ ഉടമ്പടി എടുക്കണമെന്ന് തോന്നി. പക്ഷേ ഉടമ്പടി എടുക്കാതെ തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആൻറ്റി എനിക്ക് അമ്മയുടെ ഒരു രൂപവും ഒരു കാശ് രൂപവും തന്നു വിട്ടായിരുന്നു ഞാൻ ദുബായിക്ക് പോകുമ്പോൾ. വിശ്വാസമില്ലെങ്കിലും കയ്യിൽ പിടിച്ചായിരുന്നു ആ കാശ് രൂപവും അമ്മയുടെ രൂപവും. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ അമ്മയുടെ രൂപം നോക്കി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അതിനുശേഷം ആഗസ്റ്റ് 1 ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചു. അമ്മയോട് ആദ്യമേ ക്ഷമയർപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഉടമ്പടി എടുത്തത്. കാരണം എനിക്ക് എത്രത്തോളം മുൻപോട്ട് ഉടമ്പടി പാലിക്കാൻ പറ്റുമെന്ന് അറിയില്ലായിരുന്നു. എങ്കിലും ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. ആഗസ്റ്റ് 1 ഉടമ്പടി എടുത്തതിന് ശേഷം നിരന്തരമായി പ്രാർത്ഥിച്ചു. അച്ഛൻ പറയുന്ന എല്ലാ നിബന്ധനകളും പാലിക്കാൻ ശ്രമിച്ചു. എങ്കിലും ദുബായി ആണെങ്കിലും പല കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ സാധിച്ചില്ലായിരുന്നു. ആഗസ്റ്റ് 26 ഷാർജ ഒരു സ്കൂളിൽ ഞാനൊരു ഒരു ജോബ് വേക്കൻസി കണ്ടായിരുന്നു. എൻ്റെ സബ്ജക്റ്റ് കെമിസ്ട്രിയാണ്. അപ്പോൾ ഒരു ജോബ് വേക്കൻസി കണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ട് വിളിച്ച് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു എനിക്ക് 10 വർഷം എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു ഡൽഹിയിൽ. അപ്പോൾ അവർ പറഞ്ഞു 2 ദിവസത്തിനുള്ളിൽ ഞാൻ അറിയിക്കാം, ഇൻ്റർവ്യൂ ഡെമോ ഉണ്ടെങ്കിൽ അറിയിക്കുക എന്ന് പറഞ്ഞായിരുന്നു. പിറ്റേ ദിവസം ചൊവ്വാഴ്ച ഞാൻ ഓൺലൈൻ ഉടമ്പടി കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു, ധ്യാനം കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് തന്നെ എനിക്ക് മെസ്സേജ് വരികയും ചെയ്തു, ഇൻ്റർവ്യൂവും ഒരു ഡെമോ ക്ലാസ്സും എടുക്കാൻ തയ്യാറായി വരണമെന്ന്, ബുധനാഴ്ച വരണമെന്നൊരു മെസ്സേജ് വന്നു. അതനുസരിച്ച് അമ്മയോട് പ്രാർത്ഥിച്ച് അമ്മയുടെ അടയാളം ലഭിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് തന്നെ ഞാൻ ഇൻ്റർവ്യൂവിന് പോയി. അവിടെ ചെന്നപ്പോൾ ഒരു സാറും ടീച്ചറുമാണ് ഉടമ്പടി എടുത്തത്, എനിക്ക് ഇൻ്റർവ്യൂ എടുത്തത്. 2 പേരും അമ്മയുടെ നിറത്തിലുള്ള ചാരനിറത്തിലുള്ള ഷർട്ടും പാൻറ്റും, ടീച്ചർ ചാരനിറത്തിലുള്ള ഒരു പർദ്ദയും ഇട്ടാണ് എനിക്ക് ഇൻ്റർവ്യൂ എടുത്തത്. അപ്പോൾ തന്നെ എനിക്ക് ഉറപ്പായിരുന്നു ജോലി ലഭിക്കുമെന്ന്. പല ക്വസ്റ്റ്യൻസ് ചോദിച്ചെങ്കിലും എനിക്ക് അതിനകത്തുനിന്ന് മുഴുവൻ ആൻസറുകൾ പറയാൻ പറ്റിയില്ല. അപ്പോൾ അവരെന്നോട് പറഞ്ഞു വെയിറ്റ് ചെയ്യണം, ഇനിയും ഇൻ്റർവ്യൂ എടുക്കാനായിട്ട് ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട്. അവരുടെ ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം താങ്കൾ ഇതിൻ്റെ യോഗ്യതയാണെങ്കിൽ മാത്രം ഞങ്ങൾ അറിയിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ഈ 26 തൊട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മാതാവ് 4 എന്നുള്ളൊരു ഡേറ്റ് കാണിച്ചു. കറക്റ്റ് സെപ്റ്റംബർ 4 സ്കൂളിൽ നിന്ന് തന്നെ വിളിക്കുകയും ജോയിൻ ചെയ്യാനായിട്ട് പറയുകയും ചെയ്തു. ഞാൻ ജോയിൻ ചെയ്തെങ്കിലും എനിക്ക് അവിടെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് ഒന്നിനും സമയം ഉണ്ടായില്ലായിരുന്നു. പ്രാർത്ഥിക്കാനും ഫുഡ് കഴിക്കാനും ഒന്നിനും സമയമില്ലായിരുന്നു. അങ്ങനെ ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു, എനിക്ക് നല്ലൊരു ജോലി ലഭിക്കണമെന്നും പ്രാർത്ഥിക്കാനായിട്ട് സമയം കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ. അതിൻ്റെ ഫലമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ഒക്ടോബർ 16 എൻ്റെ ബർത്ത്ഡേ ആണ്. അതിന് മുമ്പായിട്ട് അമ്മ എന്നെ ഈ സ്കൂളിൽ നിന്ന് തന്നെ ഷിഫ്റ്റ് ചെയ്യണമെന്ന്. അതിൻ്റെ ഫലമായിട്ട് ഒക്ടോബർ 15 തന്നെ എനിക്ക് ദുബായിൽ നിന്നുള്ളൊരു സ്കൂളിൽ നിന്ന് ഇൻ്റർവ്യൂ വരികയും ഇതിലും കൂടുതൽ സാലറിയും നല്ല സപ്പോർട്ടുമുള്ള സ്റ്റാഫുമായിട്ട് എനിക്ക് ജോലി ചെയ്യാൻ സാധിക്കുന്നു. ഇപ്പോഴും ഞാൻ അവിടെ കണ്ടിന്യൂ ചെയ്ത് ജോലി ചെയ്തിരിക്കുന്നു. ഇതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. രണ്ടാമതായിട്ട് 6 വർഷമായിട്ട് എനിക്ക് തൈറോയിഡിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. ഞാനപ്പോൾ ഒരു സാക്ഷ്യം കേട്ടായിരുന്നു ഇവിടുന്ന്. ഒരു ചേച്ചി തൈറോയിഡിൻ്റെ അസുഖമുള്ള ഒരു ചേച്ചി പൂർണ്ണമായിട്ട് അമ്മയ്ക്ക് ആ അസുഖം സമർപ്പിച്ചുകൊണ്ട് മരുന്ന് നിർത്തുകയും പിന്നീട് ടെസ്റ്റ് ചെയ്തപ്പോൾ നോർമലായെന്നും. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ അമ്മയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ഞാൻ മരുന്ന് നിർത്തുകയും 1 വർഷം ഞാനിപ്പോൾ മരുന്ന് നിർത്തിയിട്ട് അതിനുശേഷം ഞാനിപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നോർമലാണ്.
പിന്നെ ഡോക്ടർ പറഞ്ഞു മരുന്ന് ഇനി കണ്ടിന്യൂ ചെയ്യേണ്ടെന്ന് പറയുകയും ചെയ്തു. ഈ 2 സാക്ഷ്യമാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ദുബായിൽ എനിക്ക് അങ്ങനെ അധികമൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. എന്നാലും ഞാൻ നാട്ടിലോട്ട് പൈസ അയച്ചു കൊടുത്തിട്ട് രോഗികൾക്ക് പൈസ കൊടുക്കാറുണ്ട്. അതുപോലെ പ്രേക്ഷിത പ്രവൃത്തിയായിട്ട് അമ്മയുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഇംഗ്ലീഷും മലയാളവും അമ്മയുടെ ഫോട്ടോ വെച്ച് ഞാൻ ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് ഷാർജ പള്ളിയിലെ ഇംഗ്ലീഷ് കുർബാനയ്ക്ക് വരുന്നവർക്കും മലയാളം കുർബാനയ്ക്ക് വരുന്ന എല്ലാവർക്കും മാസത്തിൽ ഒരു പ്രാവശ്യമായിട്ട് കൊടുക്കാറുണ്ടായിരുന്നു. പിന്നെ ആത്മീയ ജീവിതത്തിൽ ആഗസ്റ്റ് 1 തൊട്ട് ഇന്ന് വരെ കുർബാന മുടങ്ങിയിട്ടില്ല. പള്ളിയിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ ഓൺലൈനായിട്ട് കുർബാന പങ്കുകൊള്ളും. പിന്നെ കൊന്തയായാലും ദിവസം 2 തവണ കൊന്ത ചൊല്ലാൻ ശ്രമിക്കും. പിന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് എന്നും മുടക്കാതെ കാണും. എല്ലാവർക്കും സാക്ഷ്യങ്ങൾ അയച്ചു കൊടുക്കും. ഇത്രയും വലിയ അനുഗ്രഹം തന്ന തിരുക്കുമാരനും അമ്മയ്ക്കും 1 കോടി നന്ദി.